സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളവും കേന്ദ്രവും ചർച്ച നടത്തും. നാളെ വൈകിട്ട് 4-നാണ് ചർച്ച. ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന സംഘത്തിലുണ്ട്. കൂടാതെ ബജറ്റിന്മേലുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. നാളെ സഭാ സമ്മേളനം അവസാനിക്കും. അതേസമയം UDF ഏകോപന സമിതി യോഗം ഇന്ന് ചേരും. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളവും കേന്ദ്രവും നാളെ ചർച്ച നടക്കാനിരിക്കുകയാണ്. പ്രശ്നം സമവായത്തിലൂടെ അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ പരാതി സമവായത്തിലൂടെ പരിഹരിക്കണം എന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആരൊക്കെയാണ് സംഘത്തിലുള്ളത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമസ്തേ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു സമവായത്തിലൂടെ പ്രശ്നപരിഹാരം വേണമെന്നുള്ളതാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കവേ ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നു കൂടിയാണ് കേന്ദ്രവും കേരളവും തമ്മിലൊരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. നാളെ ഡൽഹിയിലാണ് യോഗം. വൈകിട്ട് 4 മണിക്ക് യോഗം ചേരാനുള്ള നടപടികൾ കേന്ദ്ര ധനവകുപ്പും ഒപ്പം തന്നെ സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട്. 4-അംഗ സംഘമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഒന്ന്, ധനമന്ത്രി KN ബാലഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലുമാണ് ഈ ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ സംസ്ഥാനങ്ങളെയും കൃത്യമായി തന്നെ ഈ കടമെടുപ്പ് പരിധിയിലും മറ്റ് കേന്ദ്ര സഹായങ്ങൾ നൽകുന്നതിലും ഒക്കെ തന്നെ കൃത്യമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്രവാദം. പല ഫണ്ടുകളും കൃത്യസമയത്ത് തന്നെ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് കേന്ദ്രം സുപ്രീം കോടതി ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പക്ഷേ കേരളത്തിന് മാത്രമാണ് ഇത്രയധികം പരാതികൾ, ഇത്രയധികം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു മേശയ്ക്ക് ചുറ്റും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പരിധി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ, കേരളത്തിന്റെ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് മറ്റേതെങ്കിലും ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി നാളെ യോഗം ചേരാൻ പോകുന്നത്. ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഒറ്റക്കെട്ടായി ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി പ്രശ്നപരിഹാരം, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഒരു തർക്കം തുടരേണ്ട, അതൊരു സമവായത്തിലും മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു ധാരണയിലേക്ക് കേന്ദ്രം കൂടി എത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് കളം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളത്തെ ചർച്ചയിൽ നിലവിലെ കേന്ദ്രത്തിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന ഫണ്ടുകളുടെ കൃത്യമായ കണക്കുകളും മറ്റ് കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള ഫണ്ടുകളുടെ കാര്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം അറിയിപ്പ് നൽകും. അത് ചർച്ചയ്ക്ക് വരികയും ചെയ്യും. ഒപ്പം തന്നെ കേരളത്തിന് എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. കേന്ദ്രം പല ഘട്ടങ്ങളിലും അധിക വായ്പ എടുക്കാനും ഒപ്പം തന്നെ കടമെടുപ്പ് പരിധിയൊക്കെ തന്നെ വെട്ടിച്ചുരുക്കുന്നത് തങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളെയും നിലവിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം വാദിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നാളത്തെ ചർച്ചയ്ക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി. ശാലിനി, നമുക്കറിയാം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു ഘട്ടത്തിൽ പാർലമെന്റിൽ പറയുകയുണ്ടായി, ഒരു സംസ്ഥാനത്തെ ഇഷ്ടമല്ല എന്നൊരു നിലപാടെടുത്ത് ഒരു ധനമന്ത്രിക്കും ഫണ്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അത്തരത്തിൽ നമുക്കറിയാം കൃത്യമായി കേരളത്തിന് ഫണ്ട് വിഹിതം ലഭിക്കുന്നുണ്ട്, പക്ഷേ കണക്കുകൾ കൃത്യമായി നൽകുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയിൽ ഏകപക്ഷീയമായൊരു കേരളത്തിന് അനുകൂലമായി, കാരണം നമുക്കറിയാം സാമ്പത്തിക മിസ്മാനേജ്മെന്റ് വളരെ അധികമാണ്, അഴിമതി, ധൂർത്ത് എല്ലാം വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ പോയപ്പോഴും കോടതി ആ ഒരു നിലപാടെടുത്തത് ഒരു സമവായത്തിലൂടെ ഈ ഒരു വിഷയം പരിഹരിക്കാൻ എന്നുള്ള രീതിയിൽ. ഒരുപക്ഷെ ഈ ചർച്ചയിലും ഇത്തരത്തിൽ കേരളത്തിന്റെ പിടിപ്പുകേടുകൾ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കേരളത്തിന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം. ലക്ഷ്മി, അത് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സ്വാഭാവികമായും ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ പരിധി വർദ്ധിപ്പിക്കണം, കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കുന്നത് ആദ്യമാണ്. സ്വാഭാവികമായും പ്രശ്നപരിഹാരം നടത്തണം, പ്രത്യേകിച്ച് ഇങ്ങനെ തർക്കവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് സുപ്രീം കോടതി കൂടി ഇടപെട്ടൊരു സാഹചര്യമുണ്ട്. കേരളം തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും. ഒപ്പം തന്നെ കേന്ദ്രം നൽകിയിട്ടുള്ള ഫണ്ടുകളുടെ കണക്കുകൾ അവർ കൃത്യമായി അറിയിക്കുകയും ചെയ്യും. പല ഘട്ടങ്ങളിൽ ഈ
GSTയുടെ വിഹിതം ഉൾപ്പെടെ കൃത്യമായി നൽകുന്നില്ല എന്നൊരു ആക്ഷേപവും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിൽ ധനമന്ത്രി ആവർത്തിക്കുകയുണ്ടായി. കേന്ദ്ര ധനമന്ത്രി അതിന് കൃത്യമായ കണക്കുകൾ തിരുവനന്തപുരത്ത് എത്തിയതടക്കം ഉള്ള സമയത്ത് നൽകുകയും ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൃത്യമായൊരു വ്യക്തത കേന്ദ്രത്തിന്റെ മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ സംസ്ഥാനം ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ഒരു ഭാഗത്ത് ആർഭാടവും ധൂർത്തും തുടരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കേരളീയവും നവകേരള സദസ്സും ഉൾപ്പെടെയുള്ള പരിപാടികൾ സാമ്പത്തികമായി തന്നെ സംസ്ഥാന സർക്കാർ ഗുരുതരമായ രീതിയിൽ താഴേക്ക് പോകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വാഹനം വാങ്ങുന്നു, മന്ത്രിമാരുടെ വാഹനങ്ങൾ മോടി പിടിപ്പിക്കുന്നു, വീടുകൾ മോടി പിടിപ്പിക്കുന്നു. അത്തരത്തിൽ വിവിധ പദ്ധതികൾക്കും വിവിധ പരിപാടികൾക്കുമായി ഖജനാവിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും വകമാറ്റുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഒരു പക്ഷേ നാളത്തെ ചർച്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. പല ഘട്ടങ്ങളിലും ഈ നെല്ല് സംഭരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം നൽകിയിട്ടുള്ള ഫണ്ടുകൾ, സ്കൂളുകളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയിട്ടുള്ള ഭക്ഷണ സഹായം, ഇതൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ കണക്കുകൾ തിരികെ നൽകാത്തതും ഒപ്പം തന്നെ ചെലവഴിച്ച ശേഷം കേരള സർക്കാരിന്റെ പണമെടുത്ത് ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ച ശേഷം അതിന്റെ കണക്കുകൾ സഹിതം കേന്ദ്രത്തിന് കൈമാറുമ്പോഴാണ് പല ഫണ്ടുകളും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇതടക്കം നാളത്തെ യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതിന് ഏത് തരത്തിലുള്ള രീതിയിൽ ഒരു സമവായത്തിലൂടെ അല്ലെങ്കിൽ ഏത് തരത്തിൽ സംസ്ഥാന ധനമന്ത്രി നേരിടുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പ്രത്യേകിച്ച് ബജറ്റ് അവതരണത്തിന് ശേഷം വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നേരിട്ട് നിൽക്കുന്ന ധനമന്ത്രിയാണ്. ആ സാഹചര്യത്തിൽ അത് നാളെ കേന്ദ്രവുമായിട്ടുള്ള ചർച്ചയിൽ ഏത് തരത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആ ഒരു വേളയിലായതുകൊണ്ട് തന്നെ അടിയന്തര ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് മറ്റുള്ളവരെ അയക്കാം എന്നായിരുന്നു കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന സംഘത്തിലുണ്ട്. ധനമന്ത്രി KN ബാലഗോപാലും സംഘത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണോ? കാരണം നിയമസഭയിൽ ചർച്ച നടക്കുകയാണല്ലോ. ലക്ഷ്മി, നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് നാളെയാണ് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നത്. ബജറ്റിന്മേലുള്ള ചർച്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളും തുടർന്നത്. ഇന്നും സമാനമായി തന്നെ ബജറ്റിന്മേലുള്ള ചർച്ചയാണ് തുടരാൻ പോകുന്നത്. സ്വാഭാവികമായും ധനമന്ത്രി ഇവിടെ വേണ്ടതാണ്. ധനമന്ത്രി ചർച്ചയിലൊക്കെ തന്നെ പങ്കെടുക്കേണ്ടതാണ്. പല ആശയക്കുഴപ്പങ്ങൾ, പല ഘട്ടങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുന്നു. പ്രത്യേകിച്ച് CPIയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബജറ്റ് അവതരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് സപ്ലൈകോയെയും ഭക്ഷ്യവകുപ്പിനെയും കാര്യമായി പരിഗണിച്ചിട്ടില്ല ബജറ്റിൽ എന്നുള്ളതാണ്. സമാനമായി തന്നെയാണ് റവന്യൂ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ അതിരൂക്ഷമായ ഭാഷയിൽ ധനമന്ത്രിയെയും ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ കൂടിയുള്ള പ്രതികരണങ്ങൾ നടത്തി. ഇതിലൊക്കെ മറികടക്കുക, ഇതിനൊക്കെയുള്ള അധിക പ്രഖ്യാപനങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടാകും, ഈ ചർച്ചയ്ക്ക് നടുവിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ധനമന്ത്രി ഇവിടെ വേണ്ടതാണ്. പക്ഷേ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ധനമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഓൺലൈനായിട്ടാണോ അതല്ല ഓഫ്ലൈനായിട്ട് ധനമന്ത്രി നേരിട്ട് ഡൽഹിയിലെത്തി ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും നാളെ വൈകിട്ട് 4 മണിക്കാണ് ചർച്ച നടക്കാൻ പോകുന്നത്, യോഗം നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും നേരത്തെ മറുപടി പ്രസംഗം നടത്തി ഡൽഹിക്ക് മടങ്ങുമോ അതല്ലെങ്കിൽ ഓൺലൈനായി ചർച്ചയിൽ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളത് ഔദ്യോഗികമായി ഇതുവരെ ധനവകുപ്പ് അറിയിച്ചിട്ടില്ല. എന്തായാലും 4 പേരടങ്ങുന്ന സംഘമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്നത് ഈ 4 വ്യക്തികളാണ്, അല്ലെങ്കിൽ 4 ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും ധനവകുപ്പും ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതിൽ ധനമന്ത്രി KN ബാലഗോപാലും പങ്കെടുക്കുമെന്നുള്ളതാണ് അവരുടെ ഔദ്യോഗിക അറിയിപ്പ്. ലക്ഷ്മി, കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ധനപ്രതിസന്ധി വന്നത് എന്നാണ് കൃത്യമായി കേന്ദ്രം സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. അത് തന്നെയാണ് നിലവിലുള്ള സാഹചര്യവും.